മോഹൻലാലിൻ്റെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോകുന്നതിന് മുന്നേ മോഹൻലാലിന് നല്ല രീതിയിലുള്ള ഭയമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് വേറെ ഒന്നുമല്ല, മോഹൻലാൽ ലാസ്റ്റ് നിമിഷത്തിൽ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് പ്രതിഫലവും കാര്യങ്ങളും അതുപോലെ തന്നെ അതിന് വന്ന ചെലവുകളും ഇതൊക്കെ കൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ മോഹൻലാലിനെതിരെ അന്ന് തന്നെ തിരിഞ്ഞിരുന്നു. ഇപ്പോഴും മോഹൻലാലിൻ്റെ സിനിമ കാണാൻ ഇനിയിപ്പോൾ രാഷ്ട്രീയം വരെ നോക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതായത് മോഹൻലാലിൻ്റെ സിനിമ അങ്ങനെ കണ്ടിട്ട് നമ്മൾ വിജയിപ്പിക്കുന്നില്ല, കോൺഗ്രസ്സുകാരാണ് നമ്മൾ എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മമ്മൂക്കാനെ പോലെ ആയിരിക്കണം. മമ്മൂക്ക കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിനി. അതുകൊണ്ട് തന്നെ ആ ഒരു സമയമായപ്പോൾ അങ്ങേരെന്ത് ചെയ്തു, അങ്ങേരെ പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇങ്ങേര് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നോ. എന്താണെന്ന് വെച്ചാൽ വയനാട് പോയിട്ട് ചില നാടകങ്ങളൊക്കെ നടത്തിയിരുന്നു. അതായത് എനിക്ക് നിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല, ഞാനിപ്പോഴും എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനാണ് എന്നുള്ള തരത്തിൽ മമ്മൂട്ടി അവിടെ നിന്നും പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയാലോ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടകമായിരുന്നു. മമ്മൂക്കയ്ക്കറിയാം, കാരണം ഈ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സിനിമയും പെട്ടിയിലിരിക്കും. കുറേ നാളുകളായിട്ട് മമ്മൂക്കക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ വരാറുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങേരുടെ 100 കോടി മുതൽ മുടക്കിൽ വരുന്ന ആ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ, ആ സിനിമയ്ക്ക് ഇനി ആൾ കയറിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം നല്ല രീതിയിൽ മമ്മൂക്കയെ ഉലച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അന്ന് വയനാട്ടിൽ വെച്ച് ആ ഒരു നാടകം കാണിച്ചത്. ഇപ്പൊ മോഹൻലാലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. ആ അഭിമുഖം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെതിരെ ഒരു കൂട്ടം ആൾക്കാർ വന്നിരുന്നു. മോഹൻലാൽ എന്തിനാണ് പോയിട്ട് ഇതിലേക്ക് തലവെച്ച് കൊടുത്തത്, അല്ലെങ്കിൽ മോഹൻലാൽ എങ്ങനെയാണ് പിറ്റേ ദിവസം മുതൽ അതിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ വരാൻ കണ്ടപ്പോഴും വന്നപ്പോഴും നമ്മൾ ഞെട്ടിപ്പോയി. അതായത് ഇതൊന്നും ഫ്രീ ആയിട്ട് ചെയ്തതല്ല, ഇതിനൊക്കെ വലിയ ചെലവുണ്ടായിരുന്നു. എന്തോരം ചെലവാണ്. മോഹൻലാൽ പ്രതിഫലം വാങ്ങിച്ചോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇനി അയാൾ വാങ്ങിച്ചിട്ടില്ലെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നാട്ടുകാരുടെ പൈസ നല്ലോണം അവിടെ പോയിട്ടുണ്ട്. അതോടുകൂടിയിട്ട് എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോഴും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇനി മോഹൻലാലിൻ്റെതായിട്ട് വരേണ്ടത്. അങ്ങനെ വരുമ്പോഴിനിപ്പോഴാരും കാണാൻ പോകില്ലേ, അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യം വെച്ച് നിൽക്കുമോ, ആ ഒരു അഭിമുഖത്തിൻ്റെ വൈരാഗ്യം വെച്ച് നിൽക്കുമോ എന്നുള്ളൊരു ഭയം മൊത്തത്തിൽ മോഹൻലാലിനെ ഒന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങേരിപ്പം കുറച്ച് താഴ്മയോട് കൂടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേക്കിന് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചില ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. അതായത് ദൃശ്യം 3 എന്ന് പറയുന്നത് നമ്മൾ പിന്നെന്താ വിചാരിക്കുന്നത് പോലെയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയും അങ്ങ് കടന്നു പോകും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ മോഹൻലാലിൻ്റെ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഇൻ്റർവ്യൂ എടുത്തത് കൊണ്ട് ഇനി ചില ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ, ഇനി ചിലപ്പോൾ ചില ആൾക്കാർ എന്നോട് ദേഷ്യമുണ്ടോ എന്നുള്ള ഇതാണ്. മോഹൻലാലിന് ബിസിനസ് അറിയില്ല, മോഹൻലാൽ അവിടെ ബിസിനസ് സംസാരിക്കൂല. മോഹൻലാലിന് കൃത്യമായിട്ടൊന്നും പറഞ്ഞാൽ അഭിനയിക്കാനേ അറിയുള്ളൂ, അയാൾക്ക് ബിസിനസ് അറിയില്ല. പക്ഷെ മമ്മൂക്ക അങ്ങനെയല്ല, എല്ലാം മുൻകൂട്ടി കാണുന്ന ആളാണ്. മമ്മൂക്കയ്ക്ക് കൃത്യമായിട്ടറിയാം. അന്ന് ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞ വാക്കുകൾ തന്നെ, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ, എന്താ കാര്യം. മമ്മൂക്കയ്ക്കറിയാം അവിടെ നിന്ന് കഴിഞ്ഞാൽ കൈരളി ചെയർമാൻ സ്ഥാനം കൊണ്ട് തന്നെ മമ്മൂക്ക ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഇങ്ങേരും കൂടി വന്നിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സിനിമകൾ മുഴുവൻ ഔട്ടാകുമോ അല്ലെങ്കിൽ പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു ഭയം നല്ല രീതിയിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഈയിടെയായിട്ട് മമ്മൂക്കയുടെ തള്ളു മാത്രമേ ഉള്ളൂ. കുറച്ച് നാളുകളായിട്ട് 100 കോടിയൊന്നും എവിടെയും വരുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ ഒരു സിനിമയുണ്ടല്ലോ, ഏതാന്ന് ആക്കിയ പോലീസുകാരെ കുറച്ച് റോളെല്ലാം എടുത്ത് എന്തോ കുറച്ച് പോലീസ് കൂട്ടങ്ങളെ, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഏതൊരു കൊലക്കേസ് അന്വേഷിക്കുന്ന ആ ഒരു സിനിമ മാത്രമാണ് അത്യാവശ്യം വിജയം നേടിയത്. അത് കഴിഞ്ഞിട്ട് വന്ന കളങ്കാവൽ പോലെയുള്ള സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് തന്നെയായിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള തള്ളു നടക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതായത് 100 കോടിയും ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ സിനിമയാണെങ്കിലും ഇവന്മാർ 25 കോടിയുടെ ആഘോഷം എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നതെന്ന് മാത്രമാണ് എനിക്ക് അറിയാൻ സാധിക്കാത്തത്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം മുരളി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത്, അതിൻ്റെ 25 കോടിയൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കോടിയൊന്നും ഇയാളുടെ പോക്കറ്റിൽ വന്നിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇവരൊക്കെ തള്ളു മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പൈസ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ, അതായത് 100 കോടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50 കോടിയേ ഉണ്ടാവുള്ളൂ, എന്നിട്ട് പറയും 100 കോടിയാണെന്ന്. അതെങ്ങനെയാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയെ പോലെയുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വലിയ മാർക്കറ്റ് കുറവാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങേരുടെ ആ പാട്രിയാട്ട് എന്ന് പറയുന്ന സിനിമ
അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി മമ്മൂക്ക കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് ഏതായാലും നല്ലത് തന്നെയാണ്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ലാലേട്ടന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതായാലും ലാലേട്ടൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷെ അത് ഓടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങേർക്ക് നെഗറ്റീവായി നിൽക്കുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ മാത്രം. അതെന്ന് പറഞ്ഞാൽ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് നല്ലോണം ചർച്ച ചെയ്യപ്പെടും. അതായത് അന്ന് അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ എന്തിനു പോയി തലവെച്ച് കൊടുത്തു? കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴെങ്ങാനും അദ്ദേഹത്തിൻ്റെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഏതോ ഒരു മ്യൂസിക് ഷോ നടത്തുകയും അതിൽ 1 കോടി രൂപയോളം സർക്കാരിന് നഷ്ടം വന്നു എന്ന് പറഞ്ഞു. പിന്നീട് എന്ന് പറഞ്ഞാൽ ആ പൈസ ലാലേട്ടൻ തന്നെ കൊണ്ട് തിരിച്ചടക്കുകയും ചെയ്തു. 1 കോടി രൂപ സർക്കാരിന് വന്ന നഷ്ടം ലാലേട്ടനാണ് അടച്ചത്. അതുപോലെ തന്നെ എല്ലാ ഇതിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് വീഴും. അതെന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് തന്നെ ഒരു പാരയായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം ഇതിൻ്റെ അടിയിൽ വന്ന ചില കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അന്ന് തള്ളിമറിച്ചത് എന്നുള്ള തരത്തിൽ. കാരണം ഒരുപാട് തള്ളും കാര്യങ്ങളൊക്കെ നമ്മളതിൽ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ലാലേട്ടനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ എന്തായി തീരും എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവരെയും കൂടുതൽ ലാലേട്ടനെ തന്നെയാണ്. ഈ ഒരു ഇൻ്റർവ്യൂ തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയെ കണ്ട് പഠിക്കണം. ഇനിയും നിങ്ങളെ തേടിയിട്ട് ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ വരാം. അത് കോൺഗ്രസ്സുകാർ വരാം, BJP-ക്കാർ വരാം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകാർ എല്ലാവരും വരാം. ഇതിനിടയിൽ എന്ന് പറഞ്ഞാൽ ലാലേട്ടന് BJP-യുമായിട്ടാണ് ബന്ധം എന്ന് പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് ഉണ്ടായിരുന്നു. ആ നെഗറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ലാലേട്ടൻ ഇപ്പോഴേ പിണറായി വിജയൻ സഖാവിൻ്റെ കൂടെയുള്ള ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു. ആ ഇൻ്റർവ്യൂവിലൂടെ തൻ്റെ ആ BJP നെഗറ്റീവ് മാറ്റാം എന്ന് വിചാരിച്ചപ്പോഴാണ് അത് അതിലും വലിയൊരു പുലിവാലായി മാറിയത്. കാരണം അത് ഭയങ്കരമായിട്ടുള്ള ചെലവാണ് ആ ഒരു ഇൻ്റർവ്യൂവിന് ഉണ്ടായത്. അപ്പോൾ ലാലേട്ടൻ്റെ പ്രതിഫലമാണോ എന്ന് ചോദ്യങ്ങൾ വരുന്നു. ലാലേട്ടൻ ഫ്രീ ആയിട്ടാണോ അത് ചെയ്തു കൊടുത്തതെന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ആ ഇൻ്റർവ്യൂവിനെ പറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മമ്മൂക്കയെ പോലെ, അതായത് മമ്മൂക്ക എങ്ങനെയാണ് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നത്, അതുപോലെ ലാലേട്ടനും ഒഴിഞ്ഞു മാറാൻ പഠിക്കണം. ഈ സിനിമാ താരങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. അതായത് എന്തിനാണ് രാഷ്ട്രീയം? ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരാൾ, അതായത് BJP-ക്കാർ മാത്രമോ കോൺഗ്രസ്സുകാർ മാത്രമോ അല്ലെങ്കിൽ CPM-കാർ മാത്രമോ ഒന്നുമല്ല സിനിമ കാണുന്നത്. സിനിമ കാണുന്ന എല്ലാവരുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ താരങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും വേണ്ട. അവരുടെ രാഷ്ട്രീയം മനസ്സിൽ മതി. അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുമാണ്, അല്ലാതെ ആരെയും പക്ഷം പിടിക്കാനോ ആരെയും സപ്പോർട്ട് ചെയ്യാനോ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടി ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തള്ളിമറിക്കാം നമുക്ക്. ഇപ്പം മമ്മൂക്കാൻ്റെ പടം 100 കോടി ഓടിയെന്നും അതുപോലെ തന്നെ ലാലേട്ടൻ്റെത് 200 കോടി ഓടിയെന്നും ഒക്കെ നമുക്ക് തള്ളിമറിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് എത്രത്തോളം ശരിയുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.